അപ്പോൾ ഉണ്ണിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മമ്മി പായസം കുറച്ച് പകർത്താട്ടാ. ചൂടാറാൻ നിൽക്കാനുള്ള സമയമൊന്നുമില്ല അവൾക്ക്. അപ്പം അതുകൊണ്ട് മമ്മി ഇതിലേക്ക് കുറച്ച് പകർത്തി കൊടുക്കണം. ഇതാണ് എനിക്ക് ഇങ്ങോട്ട് വീഡിയോ പിടിക്കാൻ വരെ എത്ര ഇഷ്ടം. എത്ര നല്ല ആചാരങ്ങളല്ലേ. ഉണ്ണിക്കല്ലാണ്ട് മമ്മി ആർക്കും കൊടുക്കാനാ. പ്രത്യേകിച്ച് ഇപ്പം മക്കളൊന്നും വരാത്ത കാരണം വല്ലാത്ത കഷ്ടപ്പാടാട്ടാ. ഇടയ്ക്ക് അവരൊക്കെ വന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ മമ്മിയുടെ മക്കളുടെ അടുത്തേക്ക് മമ്മി ഇതാ വീണ്ടും വന്നു കേട്ടാ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെയും കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെങ്കിൽ ഒരു അടിപൊളി ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പിയാണ്. അതായത് നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു നാടൻ പായസം. പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്കും ഉണ്ണിക്കൊക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. നമുക്ക് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചോക്ക്. അങ്ങനെയൊന്നുമില്ല. തിരിഞ്ഞ് കടിക്കാത്തത് എന്തും ഞങ്ങൾ കഴിക്കും. അത് ഞങ്ങളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഉണ്ണിയുടെ വർത്തനം കേട്ടല്ലേ ചിരിക്കാന് നേരം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒട്ടും തന്നെ സമയമില്ല. നമുക്ക് തീരെ സമയം കളയാണ്ട് നേരെ വീഡിയോ. ഇവിടെ പായസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും മമ്മി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ്. ഇപ്പോൾ ഇത് 2 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ് മമ്മി എടുത്തിരിക്കുന്നത്. ഇത് നല്ല രീതിയിൽ കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് കഴുകി വെള്ളം വാർത്തി എടുത്തതാണ്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം മമ്മിക്ക് ഒട്ടും സമയമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, കഴുകി എടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്കിത് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. വെള്ളം ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. അപ്പം നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എയർ പോണ വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഗോതമ്പ് നുറുക്ക് നല്ല രീതിയിൽ വെന്ത് കിട്ടുക. അപ്പം നമുക്കിത് അടച്ചു വെച്ച് ഒരു 3 വിസിൽ അടുപ്പിക്കാം. അപ്പം നമ്മുടെ ഗോതമ്പ് 3 വിസിൽ അടിച്ചപ്പോൾ മമ്മി ഗ്യാസ് ഓഫ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ പായസം തയ്യാറാക്കാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ. നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മൂപ്പിച്ചെടുക്കാണ്ട്. ഇപ്പം മമ്മി ഒരു ചെറിയ കഷ്ണം തേങ്ങ കുഞ്ഞിതായിട്ട് അരിഞ്ഞ് എടുത്തതാണ്. തേങ്ങ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മതി. പക്ഷേ ഈ ഗോതമ്പ് പായസത്തിൽ ഈ തേങ്ങാക്കൊത്ത് കടിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വല്ലാണ്ട് കരിയിപ്പിക്കേണ്ട, കോരി മാറ്റാം. ഇനി നമ്മൾ ഈ നെയ്യിലേക്ക് തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല രീതിയിൽ മൂത്തുണ്ട്. നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതും കൂടെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. വെള്ളമുണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ വെള്ളത്തോടു കൂടി തന്നെ ഈ ഉരുളിയിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി മാറ്റി വെച്ച ആ നെയ്യിലേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഈ നെയ്യിൽ കിടന്നിട്ട് ഒരു അല്പനേരം നമ്മുടെ ഗോതമ്പ് ഒന്ന് വരണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ആവും. ഇത് നല്ലപോലെ വെന്തിട്ടുള്ളതാണ്. നമ്മുടെ ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഈ നെയ്യിലൊന്ന് ഇങ്ങനെയാക്കി എടുക്കുന്നത്. 400 ഗ്രാം ഗോതമ്പാണ് മമ്മി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/2 കിലോ ശർക്കര ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അല്ല, അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 കിലോ ഗോതമ്പിന് 1/2 കിലോ ശർക്കര. 400 ഗ്രാം ഗോതമ്പ്. 400 കിലോ അല്ലല്ല, 500 ആണ് 1/2 കിലോ. നമുക്ക് ഒരു പൊടിക്ക് ശർക്കര കൂടി നിൽക്കണം. മധുരം എപ്പോഴും വേണം. നമുക്ക് കുറച്ചിവിടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചൊഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 4 സ്പൂണ് പഞ്ചസാരയും കൂടെ മമ്മി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ശർക്കര ചേർത്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റും കൂടി നല്ല രീതിയിൽ
തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇനി വേണ്ടത് 3 തേങ്ങയാണ് മമ്മി എടുത്തിരിക്കണേ. 400 ഗ്രാം ഗോതമ്പിലേക്ക് നമ്മൾ 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1 കപ്പ് ഫുള്ളായിട്ട് 2-ാം പാല്, 1-ാം പാല് മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. 2-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മമ്മി ഇത്തിരി അധികം തന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത്ര അധികമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കണത്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ 2-ാം പാല് ചേർത്തിട്ട് നമ്മുടെ പായസം നല്ല രീതിയിൽ തിളച്ച് ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് എടുത്ത് കുറച്ച് നേരം കൂടിയും കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കട്ടിയായി കിട്ടും. അപ്പം നിങ്ങൾക്ക് ലൂസാക്കണമെങ്കിൽ കുറച്ചും കൂടിയും തേങ്ങാപ്പാൽ ഒഴിച്ച് ലൂസാക്കാം. ഇപ്പം നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർക്കാണ്ട് അതും കൂടിയും ഒഴിച്ച് വരുമ്പോൾ ഏകദേശം നമുക്ക് കട്ടി നല്ല രീതിയിൽ ആയി കിട്ടും. ഇപ്പോൾ മമ്മി മധുരം നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവാണ്. അപ്പം നമ്മൾ ആദ്യം എല്ലാ ശർക്കര പാനിയും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് ഈ ഒരു പാനിയും കൂടിയും കുറച്ചും കൂടിയും ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല കറുത്ത ശർക്കരയാണ് എപ്പോഴും ഇങ്ങനത്തെ പായസം ഉണ്ടാക്കാൻ നല്ലത്. മമ്മിക്ക് കിട്ടിയിരിക്കുന്നത് നല്ല വെള്ള കളറിലുള്ള ശർക്കരയാണ്. അപ്പൊ ഉണ്ണിക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടിരിക്കണം. എനിക്ക് ദേഷ്യമൊന്നും വന്നൊന്നുമില്ല, ഇത്തിരി ഭംഗി ഉണ്ടാവും പറഞ്ഞു മാത്രം. നല്ല കറുത്ത ശർക്കരയാണെങ്കിൽ പായസത്തിന് നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പോകേണ്ടത് എന്താണെങ്കിൽ ഇതിലേക്ക് ഒരല്പം ഏലക്കായും ജീരകവും ഒരു ചെറിയ പീസ് ചുക്കും കൂടെ ഇട്ട് പൊടിച്ചതാണ്. നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമില്ലെങ്കിൽ ഏലക്കായും പഞ്ചസാരയും മാത്രം ഇട്ട് പൊടിച്ചിട്ടാൽ മതി. പക്ഷേ ശർക്കര പായസം ആവുമ്പോൾ നമുക്ക് ആ ജീരകത്തിൻ്റെയും ചുക്കിൻ്റെ ഒക്കെ മണം കിട്ടുമ്പോൾ നല്ലതാണ്, ഗ്യാസ് വരില്ല. അപ്പോൾ ഇതാ മമ്മി ഇത് പഞ്ചസാരയും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്ര അധികം ചേർക്കണത് കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇടണം. അപ്പം നല്ല സൂപ്പറായിട്ട് പൊടിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ പായസം നല്ല കൊതിപ്പിക്കണം മണമൊക്കെ വന്നു തുടങ്ങിയിട്ടപ്പോൾ ഏലക്കായ ചേർത്ത പ്രത്യേക മണമാണ്. ഇനി നമ്മൾ ആദ്യം തന്നെ മാറ്റി വെച്ച 1-ാം പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മൂന്ന് തേങ്ങ എടുത്താലാട്ടെ നമുക്ക് അത്യാവശ്യം പാല് കിട്ടുള്ളൂ. ഇതിലേക്ക് നാളികേരപ്പാലാണ് നമ്മുടെ ഈ ശർക്കര പായസത്തിൻ്റെ 1-ാമത്തെ ടേസ്റ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും മറ്റേ പശുമ്പാൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേന്ന്. തീർച്ചയായിട്ടും പറ്റും, പക്ഷേ ടേസ്റ്റ് കൊടുക്കുക തേങ്ങാപ്പാലായിരിക്കും. 1-ാം പാല് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട, നല്ല രീതിയിലൊന്ന് ചൂട് കയറിയാൽ മതി. കണ്ട നന്നായിട്ട് ആവി വന്നു തുടങ്ങി. ഇത്രയ്ക്ക് വേണ്ടോ. 1-ാം പാല് ഒഴിച്ച് വല്ലാണ്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പായസം ഏകദേശം പിരിഞ്ഞ പോലെയാവും. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കോരി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മളെപ്പോഴും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആ വറുത്തെടുത്ത ആ നെയ്യോട് കൂടിയിട്ടാണല്ലോ നമ്മൾ ചേർക്കാറ്. ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഒരു തരി പച്ച നെയ്യ്, അതായത് മൂപ്പിക്കാത്ത നല്ല നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ നമ്മുടെ പായസത്തിന് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഒരു സ്പൂണ് കഷ്ടി മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയ്ക്കുള്ളൂ നമ്മുടെ ഗോതമ്പ് പായസം. ഇവിടെ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്.